മലയുടെ താഴത്ത് പ്രസംഗത്തിന് ശേഷമുള്ള സാബത്ത്. ഈശോ രാത്രി മുഴുവൻ മലയിലാണ് ചെലവഴിച്ചത്. അതിനാൽ രാവിലെ കിഴക്കാൻ തൂക്കായ പാതയിലൂടെ മലയിറങ്ങി വരുന്ന ഈശോയെയാണ് മറ്റുള്ളവർ കണ്ടത്. പത്രോസ് മറ്റ് അപ്പസ്തോലന്മാർക്ക് ഈശോയെ കാണിച്ചു കൊടുത്തു. അവർ ഒന്നിച്ച് ഈശോയുടെ അടുത്തേക്ക് പോയി. അവരിൽ പലരും ചോദിച്ചു, ഗുരു, അങ്ങ് ഞങ്ങളോടൊപ്പം വരാഞ്ഞതെന്താണ്? എനിക്ക് പ്രാർത്ഥിക്കേണ്ടിയിരുന്നു. എന്നാൽ അങ്ങേക്ക് വിശ്രമവും വളരെയേറെ ആവശ്യമായിരുന്നുവല്ലോ. എൻ്റെ സുഹൃത്തുക്കളെ, നല്ലവർക്കും ദുഷ്ടന്മാർക്കും വേണ്ടിയും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ശബ്ദം കഴിഞ്ഞ രാത്രിയിൽ സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ടു. എന്ത്, അങ്ങേക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? മറ്റാരെയും പോലെ എനിക്കും പ്രാർത്ഥന ആവശ്യമുണ്ട്. എൻ്റെ ശക്തി പരിപോഷിപ്പിക്കപ്പെടുന്നത് പ്രാർത്ഥന കൊണ്ടാണ്. എൻ്റെ സന്തോഷമാവട്ടെ പിതാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും. എൻ്റെ പിതാവ് എന്നോട് രണ്ട് മനുഷ്യരുടെ പേരെടുത്ത് പറയുകയും എനിക്കുള്ള ഒരു കഷ്ടതയെപ്പറ്റി അറിയിക്കുകയും ചെയ്തു. ഈ മൂന്ന് പേർക്കും വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈശോ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. എന്തോ ആവശ്യപ്പെട്ടുകൊണ്ടെന്നവണ്ണം അവിടുന്ന് ഓരോ അപ്പസ്തോലനെയും സൂക്ഷിച്ചു നോക്കി. അവിടുന്ന് ഓരോരുത്തരെയും മാറി മാറി നോക്കിയ ശേഷം ഒടുവിൽ യൂദാസ് കറിയോത്തയെ തുറിച്ചു നോക്കി. ആ അപ്പസ്തോലൻ അത് ശ്രദ്ധിക്കുകയും ഇപ്രകാരം ചോദിക്കുകയും ചെയ്തു, അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ നിന്നെ നോക്കുകയല്ല, എൻ്റെ കണ്ണുകൾ മറ്റൊരു കാര്യത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. അതെന്താണ്? ഒരു ശിഷ്യന്റെ സ്വഭാവം. ഒരു ശിഷ്യന് എല്ലാ നന്മയും എല്ലാ തിന്മയും ചെയ്യാനും അവ ഗുരുവിനെ സമർപ്പിക്കാനും കഴിയും. പ്രവാചകന്മാരുടെയും സ്നാപക യോഹന്നാന്റെയും ശിഷ്യന്മാരെ പറ്റി ഞാൻ ആലോചിക്കുകയായിരുന്നു. എൻ്റെ ശിഷ്യന്മാരെ പറ്റിയും ഞാൻ ഓർക്കുകയാണ്. ഞാൻ യോഹന്നാന് വേണ്ടിയും ശിഷ്യന്മാർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയായിരുന്നു. ഗുരു, അവിടെ നിന്ന് രാവിലെ ദുഃഖിതനും ക്ഷീണിതനുമായി കാണപ്പെടുന്നു. അവിടുന്ന് സ്നേഹിക്കുന്നവരോട് അവിടുത്തെ ദുഃഖകാരണം എന്താണെന്ന് പറഞ്ഞാലും. സെബദിപുത്രനായ യാക്കോബ് പറഞ്ഞു, അതെ, ഞങ്ങളോട് പറയുക. അങ്ങയുടെ ദുഃഖം തീർക്കാൻ ഞങ്ങൾ വല്ലതും ചെയ്യണമെങ്കിൽ അപ്രകാരം ചെയ്യാം. അവിടുത്തെ സഹോദര സ്ഥാനീയനായ യൂദാസ് പറഞ്ഞു. പത്രോസ് ബെർത്തലോമിയായോടും ഫിലിപ്പോസിനോടും എന്തൊക്കെയോ പറയുന്നു, പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈശോ ഇങ്ങനെ മറുപടി പറഞ്ഞു, നല്ലവരായിരിക്കുക, നല്ലവരും വിശ്വസ്തരുമായിരിക്കുവാൻ പരിശ്രമിക്കുക. അതുമാത്രമാണ് എനിക്ക് ആശ്വാസം തരുന്നത്. പത്രോസേ, അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. നിനക്ക് മനസ്സിലായോ? നിന്റെ ആശങ്ക മാറ്റിക്കളയുക. എന്നെ സ്നേഹിക്കുക, തമ്മിലും സ്നേഹിക്കുക. എന്നെ ദേഷിക്കുന്നവൻ നിങ്ങളെ പ്രലോഭിപ്പിക്കുവാൻ ഇടവരാതിരിക്കട്ടെ. സർവോപരി ദൈവേഷ്ടത്തെ സ്നേഹിക്കുക. എല്ലാം അതതിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാണെങ്കിൽ ഞങ്ങളുടെ തെറ്റുകളും നിയന്ത്രണ വിധേയമാണല്ലോ. തോമ ദാർശനികമായ ഒരു സ്വരത്തിൽ പറഞ്ഞു, നീ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ അത് ശരിയല്ല. എന്നാൽ ധാരാളം പേർ ഉണർന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. നമുക്ക് താഴേക്ക് പോയി പരിശുദ്ധമായ ഈ ദിവസത്തെ ദൈവവചനത്താൽ പാവനമാക്കാം. അവർ താഴേക്ക് പോയി. അപ്പോഴേക്കും കൂടുതൽ ആളുകൾ ഉണർന്നു. കൊച്ചു കുരുവികളെ പോലെ ചിലച്ചുകൊണ്ട് കൊച്ചുകുട്ടികൾ പുൽത്തകിടിയുടെ പുറത്ത് ഓടിച്ചാടി നടന്നു. അവരുടെ ശരീരമാകെ മഞ്ഞുതുള്ളികൾ കൊണ്ട് നനഞ്ഞു. മഞ്ഞു വീഴ്ത്തുന്ന കാറ്റ് പലതവണ അവരുടെ മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. അപ്പോൾ കുട്ടികൾ ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവിടുന്ന് അവരെ തലോടുകയും അവരുടെ നിഷ്കളങ്കമായ സന്തോഷം ഏറ്റെടുത്തിട്ടെന്ന പോലെ ഒരിക്കൽ കൂടി പുഞ്ചിരിക്കുകയും ചെയ്തു. ഒരു പെൺകുട്ടി പുൽത്തകിടിയിൽ നിന്നും പറിച്ചെടുത്ത കുറെ പൂക്കൾ ഈശോയുടെ ബെൽറ്റിൽ തിരുകാൻ ആഗ്രഹിച്ചു. ഇതിലും മനോഹരമാണ് അവിടുത്തെ കുപ്പായം എന്ന് പറഞ്ഞ അവളെ പൂക്കൾ തിരുകാൻ ഈശോ അനുവദിച്ചു. എങ്കിലും ഇതിൽ പ്രതിഷേധിച്ച് അപ്പസ്തോലന്മാർ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈശോ പറഞ്ഞു, അവർ എന്നെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ടതാണ്. മഞ്ഞുതുള്ളികൾ പൂക്കളിലെ പൊടിപടലങ്ങൾ മാറ്റിക്കളയുന്നില്ലേ? അതുപോലെ കുട്ടികളുടെ സ്നേഹം എന്നിലുള്ള സകല ദുഃഖങ്ങളും മാറ്റിക്കളയുന്നു. ഈശോ മലയിൽ നിന്നും ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ജോൺ എന്ന ശാസ്ത്രി ധാരാളം വേലക്കാരെ കൊണ്ട് അപ്പം, ഒലിവ്, വെണ്ണ, ഗുരുവിന് വേണ്ടി വറുത്തെടുത്ത ആട്ടിൻകുട്ടിയുടെ മാംസം എന്നിവ കുട്ടകളിലാക്കി ഇടിപ്പിച്ചു കൊണ്ടുവരുന്നു. എല്ലാം കൊണ്ടുവന്ന ഈശോയുടെ പാദത്തിൽ വെച്ചു. അവിടുന്ന് അവ എല്ലാവർക്കുമായി വീതിച്ചു കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. ഈശോ അപ്പവും ഒരു കഷ്ണം ആട്ടിറച്ചിയും കൂടി ഒരമ്മയ്ക്ക് കൊടുത്തു. അവളുടെ മടിയിലിരുന്ന് മുലപ്പാൽ കുടിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു കുഞ്ഞ് കൊച്ചിരി പല്ലുകൾ കാട്ടി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു.
പ്രത്യേക ശ്രദ്ധ ആവശ്യമുണ്ടെന്ന് തോന്നിയ 2 3 പേർക്ക് കൂടി അവിടുന്ന് ഇപ്രകാരം കൊടുത്തു. ഗുരു, അത് അങ്ങേക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ശാസ്ത്രി പറഞ്ഞു. വിഷമിക്കേണ്ട, ഞാൻ അല്പം കഴിച്ചുകൊള്ളാം. എന്നാൽ ഒന്ന് മനസ്സിലാക്കൂ, താങ്കളുടെ ഔദാര്യത്തിൽ കൂടുതൽ പേർ പങ്കുപറ്റുമ്പോൾ എനിക്കത് കൂടുതൽ രുചികരമായി തോന്നും. വിതരണം കഴിഞ്ഞപ്പോൾ ആളുകൾ ഭക്ഷിക്കുകയും അടുത്ത നേരത്തേക്ക് കൂടി ബാക്കി വയ്ക്കുകയും ചെയ്തു. ഒരു കൊച്ചു കുടം പോലെയുള്ള ഫ്ലാസ്കിൽ നിന്നും ശാസ്ത്രി പകർന്നു കൊടുത്ത പാൽ ഈശോ കുടിച്ചു. അപ്പോൾ ശാസ്ത്രി പറഞ്ഞു, അവിടുത്തെ വാക്കുകൾ കേൾക്കുക എന്ന് സന്തോഷം കൊണ്ട് അവിടെ തന്നെ തൃപ്തനാക്കണം. നിങ്ങൾക്ക് ആ സംതൃപ്തി ഞാൻ തരാം, നിങ്ങൾ വരൂ, ഈശോ പറഞ്ഞു തുടങ്ങി. ദൈവഹിതമാണ് നമ്മെ ഇവിടെ ഒത്തുചേർത്തത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ നിന്നും നാം മുൻപോട്ട് പോയിരുന്നെങ്കിൽ ശാപത്തിന്റെ നടപടിക്രമങ്ങളെ ലംഘിച്ചുവെന്ന കുറ്റാരോപണത്തിന് വിധേയരാവുമായിരുന്നു. പുതിയ ഉടമ്പടി എഴുതപ്പെടുന്നതുവരെയും അങ്ങനെ സംഭവിച്ചുകൂടാ. പെരുന്നാൾ ദിവസങ്ങൾ ശുദ്ധമായി ആചരിക്കുകയും പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വെച്ച് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക എന്നത് ശരിയായ നടപടിയാണ്. എന്നാൽ മനുഷ്യൻ പിതാവിലേക്ക് ഉയർത്തപ്പെടുന്നുവെങ്കിൽ സകല സൃഷ്ടിയെയും ഒരു പ്രാർത്ഥനാ സ്ഥാനമാക്കി തീർക്കാൻ കഴിയും. ജലോപരി നോഹയുടെ പെട്ടകം പ്രാർത്ഥനാ സ്ഥാനമായില്ലേ? അതുപോലെ തിമിംഗലത്തിന്റെ ഉദരത്തിലിരുന്ന് യോന പ്രാർത്ഥിച്ചില്ലേ? ജോസഫ് ഫറവോന്റെ വീട്ടിൽ താമസിച്ചപ്പോൾ അവിടം പ്രാർത്ഥനാ സ്ഥലമായതുപോലെ പരിശുദ്ധമായിരുന്ന ജൂഡത്തിനും ഹോളോഫെർണസിന്റെ കൂടാരം പ്രാർത്ഥനാ സ്ഥലമായില്ലേ? പ്രവാചകനായിരുന്ന ദാനിയേൽ ഒരു അടിമയായി താമസിച്ച അവിശുദ്ധ സ്ഥലവും തൻ്റെ ദാസന്റെ സാമീപ്യത്താൽ ദൈവത്തിന് പരിശുദ്ധമായി തീർന്നില്ലേ? ഇന്നും ഭാവിയിലും നിർണായക പ്രാധാന്യമുള്ള പ്രവചനങ്ങൾ ക്രിസ്തുവിനെയും അന്ത്യക്രിസ്തുവിനെയും സംബന്ധിച്ചുള്ളവ അവിടെ വെച്ചല്ല അദ്ദേഹം നൽകിയത്. വർണ്ണഭംഗി കൊണ്ടും സുഗന്ധം കൊണ്ടും ശുദ്ധവായു കൊണ്ടും സമ്പന്നമായ വിളവ് കൊണ്ടും ഇവിടം പരിശുദ്ധമാണ്. മുത്തുപോലെയുള്ള ഇവിടുത്തെ മഞ്ഞുതുള്ളികൾ പിതാവും സൃഷ്ടാവുമായ ദൈവത്തെപ്പറ്റി നമ്മോട് ഇപ്രകാരം പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ദൈവത്തിനെ സാക്ഷ്യം വഹിക്കുന്നു. അതിനാൽ ഇന്നത്തെ ശാബത്ത് ആചരിക്കുവാനുള്ള ദേവാലയമായി നമുക്ക് ഈ പ്രദേശത്തെ കരുതാം. സൂര്യനാകുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ നമുക്ക് ഈ പുഷ്പതലങ്ങളെയും ധാന്യക്കതിരുകളുടെയും നിത്യമായ താളുകൾ വായിക്കാം. ദാനിയേലിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഈ സ്ഥലം നമുക്ക് ദേവാലയമായിരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് തൂച്ചൂളയിൽ കിടന്ന 3 യുവാക്കളുടെ ദൈവദത്തമായ സന്തോഷത്തെ അനുസ്മരിപ്പിക്കുന്നു. ആകാശം, വെള്ളം, മഞ്ഞുതുള്ളി, മഞ്ഞുകട്ട, അഗ്നി, വർണ്ണങ്ങൾ, പ്രകാശം, അന്ധകാരം, ഇടിമിന്നൽ, മേഘം, പർവ്വതങ്ങൾ, മലകൾ, സസ്യങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ തുടങ്ങിയവയെല്ലാം വിനയവും പരിശുദ്ധിയുമുള്ള മനുഷ്യരോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെയായിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കുകയും സ്വർഗത്തെ അവകാശമാക്കുകയും ചെയ്യാം. പിതാവിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ നാം സ്വർഗത്തിന് അവകാശികളായി തീരും. പ്രഭാതത്തിൽ ചിലർ എന്നോട് ചോദിച്ചു, എല്ലാം ദൈവേഷ്ടത്താൽ നിയന്ത്രിക്കപ്പെടുന്നുവെങ്കിൽ മനുഷ്യരുടെ പാപവും ദൈവേഷ്ടപ്രകാരം ഉള്ളതാണോ എന്ന്. ഇതൊരു തെറ്റിദ്ധാരണയാണ്, വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ. ഒരു പിതാവ് തൻ്റെ മകൻ കുറ്റക്കാരനായി തീരണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. എങ്കിലും ചില കുടുംബങ്ങളിലെ ചില മക്കൾ കുറ്റക്കാരായി തീരുന്നത് നാം കാണുന്നു. ചെയ്യേണ്ടുന്ന നല്ല കാര്യങ്ങളെപ്പറ്റിയും ഉപേക്ഷിക്കേണ്ട ദുസ്വഭാവങ്ങളെപ്പറ്റിയും നീതിമാനായ പിതാവ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടാതെ പോകുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ മക്കളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് വിവേകമുള്ള ആരും ആ പിതാവിനെ കുറ്റപ്പെടുത്തുകയില്ല. ദൈവം പിതാവും മനുഷ്യരെല്ലാം അവിടുത്തെ മക്കളാണ്. ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ശ്രദ്ധിച്ചാലും നിങ്ങളെ ഈ സാഹചര്യത്തിൽ എത്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ്. എങ്കിലും പിശാചും അവൻ്റെ സേവകരായ മനുഷ്യരും ഈ ലോകത്തിൽ ദൗർഭാഗ്യങ്ങൾ ഉണ്ടാക്കുന്നു. ദൈവം പറയുന്നു, ഇത് ശ്രദ്ധിക്കുക, വേദന നിറഞ്ഞ ഈ സമയത്ത് നിങ്ങൾ നന്മ ചെയ്യുമെങ്കിൽ ഈ ദൗർഭാഗ്യം നിങ്ങൾക്ക് നിത്യനന്മയായി മാറ്റിയെടുക്കാൻ കഴിയും. ദൈവം നിങ്ങളെ ഉപദേശിക്കുന്നു, എന്നാൽ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ ദൈവേഷ്ടം അറിഞ്ഞുകൊണ്ട് തന്നെ അവനെതിരായി പ്രവർത്തിക്കുന്നു. എങ്കിലും അയാൾ അപ്രകാരം പ്രവർത്തിക്കുന്നത് ദൈവേഷ്ടപ്രകാരമാണെന്ന് പറയുവാൻ കഴിയുമോ? അങ്ങനെ പറയുവാൻ കഴിയുകയില്ല.
ദൈവ ഇഷ്ടത്തെ സ്നേഹിക്കുക, നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെക്കാൾ ദൈവ ഇഷ്ടത്തെ സ്നേഹിക്കുക. ഈ ലോകശക്തിയിൽ നിന്നും ജഡത്തിൽ നിന്നും സാത്താനിൽ നിന്നും ഉണ്ടാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ ശ്രമിക്കുക. ലൗകിക വസ്തുക്കളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ ലോകത്തിൽ ഏറ്റവും അധികം ദുഃഖം അനുഭവിക്കുന്നവനായിരിക്കും. നിങ്ങൾ എന്നെ മിശിഹ എന്നും ഗുരു എന്നും വിളിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നെ പിന്തുടരുന്നു. അത് സ്നേഹത്തിൻ്റെ അടയാളമാണല്ലോ. എന്നാൽ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിലുള്ള എല്ലാവരും എന്നോടൊപ്പം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എൻ്റെ ആദ്യകാല ശിഷ്യന്മാരിലും സമീപകാല ശിഷ്യന്മാരിലും ഉൾപ്പെട്ട ചിലരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ പലരും സ്വന്തം ഇഷ്ടവും ജഡത്തിൻ്റെ ഇഷ്ടവും ഈ ലോകത്തിൻ്റെ ഇഷ്ടവും സാത്താൻ്റെ ഇഷ്ടവും ആയിരിക്കും ചെയ്യുക. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ആയിരിക്കുകയില്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അവർ മാത്രമേ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഒരിടയൻ എന്ന നിലയിൽ നിങ്ങളോടിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരും. ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വഞ്ചിതരായി തീരരുത്. ഇപ്പോൾ എൻ്റെ വേലക്കാർ ചിതറിപ്പോയ ആത്മാക്കളെ വിളിച്ചുകൂട്ടുകയും സത്യത്തിൻ്റെ മേച്ചിൻപുറങ്ങളിൽ എത്തിച്ചേരാൻ ക്ഷണിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് ഈ വേലക്കാരുടെ സ്ഥാനത്ത് വിധികർത്താവായ രാജാവിൻ്റെ ചെങ്കോൽ വഹിക്കുന്നവൻ നിയമിക്കപ്പെടും. അപ്പോൾ എൻ്റെ അധികാരം തികച്ചും വ്യത്യസ്തമായിരിക്കും. അത് കരുണ നിറഞ്ഞതായിരിക്കുകയില്ല, മാറ്റമില്ലാത്ത നീതി നിറഞ്ഞതായിരിക്കും. ആടുകളുടെ കൂട്ടത്തിൽ നിന്നും നല്ല ആടുകളെ ഞാൻ വേർതിരിക്കും. നന്മയും തിന്മയും ഇടകലർന്നവരെയും തിന്മ മാത്രം ചെയ്തവരെയും ഞാൻ വേറെ മാറ്റി നിർത്തും. ഇത് ഞാൻ ഒരു തവണ അല്ല 2 തവണ ചെയ്യും. ഈ 2 വിധികളുടെയും ഇടയ്ക്കുള്ള കാലത്ത് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ നന്മയും തിന്മയും ഇടകലർന്ന് ചെയ്തവർക്ക് കഴിയുകയില്ല. ദുഷ്ടത മാത്രം ചെയ്തിട്ടുള്ളവർ ശുദ്ധീകരിക്കപ്പെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. യാതൊരുവിധ വേദനയ്ക്കും അവരെ ശുദ്ധീകരിക്കുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ അവർ പാപമല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ അവർ അങ്ങനെ തന്നെ കഴിയാൻ ഇടവരും. എങ്കിലും അവരിൽ ചിലർ ഇപ്രകാരം ദയനീയമായി വിളിച്ചു പറയും, കർത്താവേ, ഇതെന്താണ്? അവിടുത്തെ നാമത്തിൽ നിങ്ങൾ പ്രവചിച്ചില്ലേ? അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ പിശാചിനെ പുറത്താക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ സ്വയം മറയ്ക്കുന്നതിന് വേണ്ടി എൻ്റെ നാമം ഉപയോഗിച്ചു. ഈശോയോടൊപ്പം നിങ്ങളുടെ പൈശാചികത്വവും വച്ചു പുലർത്താമെന്ന് നിങ്ങൾ വിചാരിച്ചു. എന്നാൽ നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലത്താൽ തന്നെ നിങ്ങൾ കുറ്റക്കാരായി തീർന്നിരിക്കുന്നു. നിങ്ങൾ രക്ഷിച്ച ആത്മാക്കൾ അവിടെ? നിങ്ങളുടെ പ്രവചനങ്ങൾ എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെട്ടത്? നിങ്ങൾ പിശാചുക്കളെ പുറത്താക്കിയിട്ട് എന്തായി? പാപപ്രവൃത്തികളിൽ നിങ്ങളുടെ കൂട്ടാളി ആരായിരുന്നു? എൻ്റെ ശത്രു എന്നേക്കാൾ ശക്തനെന്ന് നിങ്ങൾ കരുതി. എന്നാൽ അവൻ എന്നേക്കാൾ ശക്തനല്ല. കൂടുതൽ ആത്മാക്കളെ പാപത്തിലേക്ക് നയിക്കുന്നതിന് നിന്നെ സഹായിക്കുക മാത്രമേ അവൻ ചെയ്തുള്ളൂ. അങ്ങനെ ദൈവവിരോധത്തിലേക്ക് വഴുതി വീണവരുടെ എണ്ണം വലുതായി. ദൈവദാസന്മാർ ചെയ്തതിലും അധികം അത്ഭുതങ്ങൾ നിങ്ങൾ ചെയ്തു. എൻ്റെ ദാസന്മാർ ജനങ്ങളെ അമ്പരിപ്പിക്കുന്ന നാട്യങ്ങളൊന്നും കാണിച്ചില്ല. അവർ മാലാഖമാരെ പോലെ വിനയത്തോടും അനുസരണയോടും കൂടി പ്രവർത്തിക്കുക മാത്രമേ ചെയ്തുള്ളൂ. തങ്ങളുടെ ത്യാഗപ്രവർത്തികളിലൂടെ എൻ്റെ യഥാർത്ഥ സേവകന്മാർ മായാജാലങ്ങളൊന്നും കാണിച്ചില്ല. ആത്മാക്കൾക്ക് അവർ ദൈവത്തെ കാണിച്ചു കൊടുത്തു. നേരെ മറിച്ച് അത്തരം മായാജാലങ്ങളെ ഹൃദയത്തിൽ നിന്നും തുടച്ചു മാറ്റുകയാണ് അവർ ചെയ്തത്. അവർ ജനങ്ങളുടെ മേൽ യാതൊന്നും അടിച്ചേൽപ്പിച്ചില്ല. പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അതിലേക്ക് മറ്റുള്ളവരെ നയിക്കുകയുമാണ് അവർ ചെയ്തത്. തിരമാലകൾക്ക് പിന്നാലെ മറ്റു തിരമാലകൾ എന്ന പോലെ മറ്റുള്ളവർ അവരെ അനുഗമിച്ചു. എൻ്റെ യഥാർത്ഥ സേവകന്മാർ ഞാൻ പറയുന്നതാണ് പ്രവർത്തിക്കുന്നത്, മറ്റൊന്നും തന്നെ അവർ ചിന്തിക്കുന്നില്ല. അവരുടെ ഓരോ പ്രവൃത്തിയിലും സമാധാനം, ദയ, അച്ചടക്കം എന്നിവയുടെ മാഞ്ഞുപോകാത്ത മുദ്ര ഞാൻ പതിപ്പിച്ചിരിക്കും. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അവർ എൻ്റെ സേവകന്മാരാണ്. എന്നാൽ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. അനീതിയുടെ സേവകന്മാരായ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് പോകുവിൻ. ദുഷ്ടന്മാരോട് ഞാൻ പറയുന്നത് ഇപ്രകാരമായിരിക്കും. അത് ഭയങ്കരമായ വാക്കുകളാണ്. ആ വാക്കുകൾ കേൾക്കാൻ ഇടവരാതെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. വേദനയുള്ളതെങ്കിലും അനുസരണയുടേതായ സുരക്ഷിത മാർഗത്തിലൂടെ നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് മുന്നേറുക.
നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ശാപത്തിന്റെ ബാക്കി സമയം കഴിച്ചു കൂട്ടുക. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഈശോയുടെ അനുഗ്രഹം സ്വീകരിച്ച ശേഷം ജനക്കൂട്ടം തങ്ങൾ കേട്ടുകഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് മരത്തണലുകൾ തേടി പല വഴിക്ക് പോയി. ഈശോയോടൊപ്പം അപ്പസ്തോലന്മാരും ജോൺ എന്ന ശാസ്ത്രിയും മാത്രം അവശേഷിച്ചു. ഈശോയുടെ ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ട് ആ ശാസ്ത്രി നിശബ്ദനായി ധ്യാനത്തിൽ മുഴുകി. മലയിലെ പ്രഭാഷണം അവസാനിച്ചു.